നമ്മുടെ കേരളത്തിൽ ലൈഫ് എക്സ്പെക്ടൻസി പൊതുവെ കൂടുതലാണ്. അതേ സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസും കൂടിയിട്ടുണ്ട്. നമ്മൾ പ്രോബ്ലി മുൻപന്തിയിലാണ്. അപ്പോൾ നമ്മുടെ ഏർലിയർ ജനറേഷൻ, നമ്മുടെ നേരത്തെ ജനറേഷനിൽ പലപ്പോഴും ആൾക്കാർ 80, 90, 95 വയസ്സ് വരെയൊക്കെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതൽ വരുന്നതും അതുകൊണ്ടുള്ള പ്രോബ്ലങ്ങൾ കൂടുതൽ വരുന്നതും. വാട്ട് ഹാസ് ചേഞ്ച് സോ മച്ച്? ഇത് ആക്ച്വലി ഇതിന്റെ ഉത്തരം 3 രീതിയിൽ എനിക്ക് പറയാം. ഒന്ന്, ഐ അഡ്രസ് ദ ഫസ്റ്റ് വൺ. അതായത് അന്നത്തെ ലൈഫ് സ്റ്റൈലില് ഇത്രയും അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല, അവര് കുറച്ചും കൂടെ ഹെൽത്തിയർ ആയിരുന്നു എന്നുള്ളത് ജനറലി ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ അതിൽ എന്തായിരിക്കും? അതിൽ മാറിയത് മെയിൻലി നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് തന്നെയാണ്. പണ്ടത്തെ കാലത്ത് അവർക്ക് എന്താ പറയാ, അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് അവൈലബിലിറ്റി കുറവ് കൊണ്ടോ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് ആക്ച്വലി ഇതിനേക്കാൾ ഒരുപാട് കുറവായിരുന്നു. ഒരു മോഡറേഷൻ മിക്കവാറും ആൾക്കാർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ കൂടുതൽ കഴിക്കുക, അവരുടെ ബാക്ക്യാർഡിൽ വളർന്ന പച്ചക്കറികളും അല്ലെങ്കിൽ അവിടെ കൊയ്ത ഇട്ട നെല്ലും, ഇതാണ് 3 നേരം അവര് ചോറുണ്ടായിരുന്നു, അവർക്ക് അസുഖമില്ലായിരുന്നു. പക്ഷെ അവര് വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികളാണ് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ബേക്കറിയിൽ ഉണ്ടാക്കിയ പഫ്സോ പഴംപൊരിയോ ഇതൊക്കെ വളരെ റെയർലി കിട്ടുന്ന ട്രീറ്റുകളായിരുന്നു അന്നത്. 2, ഈ 3 നേരം കൂന കൂട്ടി ചോറുണ്ടാക്കിക്കൊണ്ടിരുന്ന മനുഷ്യന്മാര് അതുപോലെ അധ്വാനിക്കുകയും ചെയ്യായിരുന്നു. ഇപ്പോഴത്തെ പോലെ 9 to 5 ഒരു ഡെസ്കിലിരുന്ന് അനങ്ങാതിരുന്ന് ചെയ്യുന്ന വർക്ക് ചെയ്യലല്ല ചെയ്തിരുന്നത്. അവര് അതുപോലെ അധ്വാനിക്കുന്നുണ്ടായിരുന്നു. 3, വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ പോലെ സ്ക്രീൻ ടൈമോ അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസോ ഉണ്ടായിരുന്നില്ല. അപ്പൊ നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നുറങ്ങണം. അപ്പൊ ഒരു റുട്ടീൻ, അതും എന്താ പറയാ, ഫോഴ്സ്ഫുള്ളി ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കോൺഷ്യസ്ലി ചെയ്യുന്നതായിരിക്കില്ല. പക്ഷെ മിക്കവാറും ആൾക്കാർ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കണില്ല. ചോറൊക്കെ ഉണ്ടെന്നുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്നാക്കിംഗ് ആസ് എ ഹാബിറ്റ് ആക്ച്വലി വളരെ റീസെന്റ് വന്നതാണ് മലയാളിക്ക്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ മിക്കവാറും ആൾക്കാര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ 4 മണിക്കൊരു മീല്, പിന്നെ ഡിന്നർ, അങ്ങനെ 4 മേജർ മീലുകളാണ് ഇപ്പോഴത്തെ മലയാളി കഴിക്കുന്നത്. ഇതിൽ ഈ 4 മണിക്ക് വരുന്ന സ്നാക്ക് എന്ന് പറയുന്നത് മിക്കവാറും എന്തെങ്കിലും വറുത്ത സാധനങ്ങള് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരാളുടെ ഡെയിലി കാലറിയുടെ 30% അഡീഷൻ ഇതിനകത്തുനിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ദാറ്റ് ഇറ്റ് സെൽഫ് പറഞ്ഞ മാതിരി നമ്മളെ ആക്ടിവിറ്റി കുറയുകയും ചെയ്തു, കാലറി ഇൻടേക്ക് കൂടുകയും ചെയ്തു. അത്രമാത്രം മതി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ അന്നത്തെ എല്ലാവരും 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ബയസ് അല്ലേ? നമുക്കറിയാവുന്ന കുറെ ആൾക്കാർ ജീവിച്ചിട്ടുണ്ട് അന്നും, പക്ഷെ അന്ന് ലൈഫ് എക്സ്പെക്ടൻസി ഇത്ര ഉണ്ടായിരുന്നില്ല. എന്റെ അർത്ഥം കുറെ ആൾക്കാർ അതിന് മുമ്പ് തന്നെ മരിച്ചു പോയിട്ടുണ്ടാവും. അവര് ശരിക്കും എന്തുകൊണ്ടാണ് മരിച്ചു പോയെന്നുള്ളതൊന്നും ഡയഗ്നോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ, ടെസ്റ്റുകൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഈവൻ കേരളത്തിലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതലാവുന്നെന്ന് പറയുന്നതിന്റെ ഒരു കാര്യം അത് മാത്രമല്ല, പക്ഷെ കേരളത്തിലെ ഹെൽത്ത് കെയർ നല്ലതായതുകൊണ്ടുകൂടിയാണ്. ഇപ്പം പുറത്ത് നോർത്ത് ഇന്ത്യയിലുള്ള ഒരാളെ ഡയബറ്റീസോ അതോ കണ്ടുപിടിക്കുന്നതിനേക്കാളും നേരത്തെ ഒരു മലയാളിയുടെ ഡയബറ്റീസ് കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജനറ്റിക്കലി കുറച്ചുകൂടെ പ്രീഡിസ്പോസ്ഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലീൻ ഒബിസിറ്റി നമ്മുടെ നാട്ടുകാർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡയബറ്റീസോ അതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസോ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതൊരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമല്ല. ബേസിക്കലി നമ്മൾ ഡിസിപ്ലിൻ ഫോർ ലൈഫ് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളാവാം ഇത് കൂടുതൽ വന്നത്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ക്യാൻ യു ജസ്റ്റ് മേജർ ആയിട്ടൊരു 4-5 തിങ്സ് പറയാം, അതായത് ഫോർ ലിവിങ് എ ഹെൽത്തി ലൈഫ്? നമ്മൾ ഈ ലോഞ്ചിവിറ്റി മെഡിസിനില് പറയണത്, ഇപ്പൊ നേരത്തെ ആദ്യം ചോദിച്ചില്ലേ, അതായത് ഇപ്പോഴത്തെ വെൽനസും ലോഞ്ചിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, അത് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ലോഞ്ചിവിറ്റി 4 മേജർ പില്ലറിന്റെ ബേസിലാണ് നമ്മൾ ഹെൽത്തി ലോഞ്ചിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ലോഞ്ചിവിറ്റി കൂട്ടുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ പുതിയ ന്യൂവർ ഇന്റർവെൻഷൻസോ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ പക്ഷെ വളരെ നീഷാണ്. ഒരാൾ അത്യാവശ്യം നല്ല പറഞ്ഞ മാതിരി ലോഞ്ചിവിറ്റി കോൺഷ്യസ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യാതെ ട്രൈ ടു ഈറ്റ് റൈറ്റ്. പിന്നെ സമയം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യാൻ നോക്കും. അതും സമയം കിട്ടിയാലേ ഉള്ളൂ. പിന്നെ ബാക്കി അത് എക്സസൈസ് ചെയ്യാൻ സമയം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പിന്നെ ഉറക്കത്തിൽ നിന്നായിരിക്കും അതിന്റെ സമയം കണ്ടുപിടിക്കുക. 6 മണിക്കൂർ ഒക്കെയാണ് മിക്കവാറും ഉറങ്ങുക. പക്ഷെ ഇപ്പൊ ഈ സ്ലീപ്പ് കുറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സസൈസിന്റെ ബെനിഫിറ്റ് ആക്ച്വലി കുറയാണ്. ബോഡിക്ക് റിക്കവറി ഉണ്ട്. അതാണ് 3ാമത്തെ. പിന്നെ 4ാമത്തേതാണ് സ്ട്രെസ് മാനേജ്മെന്റ്. ഇപ്പോഴത്തെ ഈ പറഞ്ഞ എന്താ പറയാ ഹസിൽ ഓഫ് ഡെയിലി ലിവിങ് ആൾക്കാരുടെ സ്ട്രെസ് ഭയങ്കരമായിട്ട് കൂട്ടാണ്. എല്ലാവരും ക്രോണിക്കലി സ്ട്രെസ്ഡ് ആണ്. ഈ ക്രോണിക് സ്ട്രെസ് ഇറ്റ് സെൽഫ് വിൽ ഇൻക്രീസ് നമ്മളുടെ ബോഡിയുടെ ഇൻഫ്ലമേഷൻ കൂട്ടും.
ഇൻഫ്ലമേഷൻ കാരണം നമ്മുടെ ബോഡിയുടെ ഏജിങ് ഫാസ്റ്റർ ആവും. ഇത് 4 കൂടാതെ വേറൊരു ഇതുണ്ട്, കില്ലർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഈ പറഞ്ഞ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് നമ്മൾ ഏർലിയർ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ പലപ്പോഴും ആൾക്കാര് ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ ചെയ്യും, മിക്കവാറും വർഷത്തിലൊരിക്കലൊക്കെ ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യമുണ്ട്, ചെയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം നോക്കുക, ബേസിക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യും, അതിലൊക്കെ എല്ലാം നോർമൽ ആണെങ്കിൽ ശരി, അല്ല ചെറിയതായിട്ട് അബ്നോർമൽ കണ്ട് അവിടെ വയ്ക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ ശരിക്കും യുവർ ലോഞ്ചിവിറ്റി ഫോക്കസ്ഡ് നമുക്ക് ഈ അസുഖങ്ങളുടെ റിസ്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഒരാൾക്ക് ഡയബറ്റീസ് വന്നിട്ട് ഒരു പർട്ടിക്കുലർ ത്രെഷ് ഹോൾഡ് കഴിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും ഡയബറ്റീസ് വരാനുള്ള റിസ്ക് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഹാർട്ട് ഡിസീസ് ഒക്കെ വരുന്നതിന് മുമ്പേ നമുക്ക് വരാനുള്ള റിസ്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈവൻ ലിവറിന്റെ പ്രോബ്ലംസ് ആണെങ്കിലും കിഡ്നിയുടെ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിലും ഏർലിയസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നമ്മള് ക്യാൻസർ സ്ക്രീനിങ്സ് ചെയ്യുന്നത്, ഇപ്പൊ അതിനൊക്കെ ഓരോ പ്രോട്ടോകോൾസ് ഉണ്ട്. ആക്ച്വലി നമ്മളുടെ നാട്ടിൽ ഫോളോ ചെയ്യുന്നില്ല. 45 വയസ്സ് കഴിഞ്ഞ് എല്ലാ സ്ത്രീകളും മാമോഗ്രാം ചെയ്യണമെന്നാണ് ഗൈഡ് ലൈൻസ്, പക്ഷെ എത്ര പേര് ചെയ്യുന്നുണ്ട്? അപ്പൊ ഇങ്ങനത്തെ അസുഖങ്ങൾ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി റൂട്ടീൻ ചെയ്യാം, അതുപോലെ പ്രോസ്റ്റേറ്റിന്റെ ടെസ്റ്റ് ചെയ്യുക, ഇതൊക്കെ അസുഖം പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് ഈസ് ഓൾസോ പാർട്ട് ഓഫ് എ ഹെൽത്തി ലോഞ്ചിവിറ്റി അല്ലേ? അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എന്തൊക്കെ ചെയ്താലും എത്ര എക്സസൈസ് ചെയ്താലും നമ്മുടെ ലോഞ്ചിവിറ്റി അത് ഇമ്പാക്ട് ചെയ്യും. അത് കൺട്രോൾ ചെയ്യാം. ഇതിൽ ഈ ഇത്രയും കാര്യങ്ങളിൽ മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് ഒരു അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ലോങ്ങർ ലൈഫ് ഉണ്ടാക്കാം. ഭയങ്കര അസ്റ്റോണിഷിംഗ് ആണ്. ഈ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നേരത്തെ ഒരു പ്രോബിലിറ്റി വെച്ചെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വൈ ഇസ് ഇറ്റ് നോട്ട് ഡൺ ടുഡേ? നമ്മുടെ യൂഷ്വൽ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഹെൽത്ത് ചെക്കപ്പിന് പോകുമ്പോഴത്തേക്കും ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ബീൻ ഡൺ. വൺ ഓഫ് ദ റീസൺസ് കുറച്ച് കോസ്റ്റ്ലിയർ ടെസ്റ്റുകളായിരിക്കും എല്ലാവർക്കും, എസ്പെഷ്യലി ഒരു പോപ്പുലേഷൻ ലെവലില് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മേജർ റീസൺ ഈസ് അവയർനെസ് ഇല്ലാത്തത് തന്നെയാണ്. എല്ലാവരും ചെയ്യുന്ന കൊളസ്ട്രോൾ ടെസ്റ്റും BP ലെവലും പിന്നെ അവരുടെ ജനറൽ ഹിസ്റ്ററിയും വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ഹാർട്ട് ഡിസീസിന്റെ റിസ്ക് കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ടുള്ള സ്കോർ എന്ന് പറഞ്ഞിട്ടാണ് 10-20 കൊല്ലം മുമ്പ് അമേരിക്കയിലുള്ള കുറെ ആൾക്കാർ കൂടി ഉണ്ടാക്കിയത് സ്കോറാണ്. ഇതിന്റെ പുതിയ വേർഷൻ ഉണ്ട്, ക്യൂറിസ്ക് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനത്തെ സ്കോറിനകത്തൊക്കെ വേണ്ട ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾ കൊളസ്ട്രോളിന്റെ ലിപ്പിഡ് പ്രൊഫൈലാണ്, അതും BPയും മാത്രം മതി. അപ്പൊ അതൊക്കെ കോസ്റ്റിന്റെ ഇഷ്യൂ അല്ല, ആക്ച്വലി അവയർനെസിന്റെ ഇഷ്യൂ ആണ്. അതിന് ടൈമും പ്രോബബ്ലി ഇതൊക്കെ നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്നേഹമുള്ള ആൾക്കാർ ഇല്ലാത്തതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ലിവർ ഫംഗ്ഷൻ ബ്ലഡ് ടെസ്റ്റും ബ്ലഡിന്റെ കൗണ്ടും വെച്ചിട്ട് ഫൈബ്രോസിസ്, ലിവർ ഫൈബ്രോസിസ്, സിറോസിസ് എന്ന് പറയുന്നത് ലിവറിന്റെ ഫൈബ്രോസിസ് ആണ്. ഈ ഫാറ്റി ലിവറിന്റെ ഒരു ലേറ്റ് സ്റ്റേജ് കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഈ പറഞ്ഞ ഫാറ്റി ലിവർ അതിന്റെ അപ്പുറത്തെ ലിവർ സിറോസിസ് ഒക്കെ ആൽക്കഹോൾ കൊണ്ട് മാത്രം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ വിസറൽ ഫാറ്റ് കാരണം തന്നെ ലിവർ ഫാറ്റ് കൂടിയിട്ട് സിറോസിസ് വരാം. ലിവർ എന്താ പറയാ, ആൽക്കഹോൾ ഒന്നും കഴിക്കാത്ത ആൾക്കാർക്ക് ലിവർ മാറ്റി വെക്കേണ്ട ആവശ്യം വരുന്നതൊക്കെ ഇതുകൊണ്ടാണ്. ഇത് വളരെ ഏർലി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫൈബ്രോസിന്റെ റിസ്ക് സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രോബ്ലം, കിഡ്നിയിൽ ആദ്യം കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ മോസ്റ്റ് കോമൺ കോസ് ഡയബറ്റിക് നെഫ്രോപ്പതി ആണ്. ഡയബറ്റീസ് ഉള്ള എല്ലാ ആൾക്കാരും വർഷത്തിലൊരിക്കലെങ്കിലും യൂറിനിൽ കൂടെ പോകുന്ന പ്രോട്ടീന്റെ അളവ് മൈക്രോ ആൽബുമിൻ എന്ന് പറയും, അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഏർലിയർ സ്റ്റേജിൽ കിഡ്നിയുടെ പ്രോബ്ലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഏർലി സ്റ്റേജിൽ ഇറ്റ് ഈസ് മോർ റിവേഴ്സിബിൾ. ലേറ്റർ സ്റ്റേജിൽ എത്തിയ 50-60% കിഡ്നിയുടെ ഫംഗ്ഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റുകളല്ല, ഇതൊന്നും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റുകളല്ല. ഇപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഇൻസുലിന്റെ അളവുമാണ്. രണ്ടും കൂടെ ചെയ്യാൻ വേണ്ടി ഒരു 500 രൂപയായിരിക്കും മാക്സിമം പോയാൽ. അതൊന്നും ലാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓരോ ലാബിന്റെ ചാർജ് ആണല്ലോ. അതും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ്. ഇപ്പോഴത്തെ നല്ലൊരു ശതമാനം മലയാളികൾക്കും വർഷത്തിലൊരിക്കലൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. ഇതുപോലെ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് വരുന്ന 1-2 കാര്യങ്ങളാണ് സ്ട്രോക്ക്, ഡിമെൻഷ്യ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ കാര്യങ്ങളും നമുക്ക് നേരത്തെ ആക്സസ് ചെയ്യാൻ പറ്റുമോ? അതായത് അതിനുള്ള ചാൻസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ സ്ട്രോക്കും ഹാർട്ട് ഡിസീസും അത് രണ്ടും അസുഖമല്ല. ആക്ച്വലി നമ്മുടെ ഹാർട്ടിനകത്തെ ബ്ലഡ് വെസലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആകുമ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് വെസലിലേക്കുള്ള ഫ്ലോ ബ്ലോക്ക് ആകുമ്പോൾ മെജോറിറ്റി ഓഫ് സ്ട്രോക്ക്, എല്ലാ സ്ട്രോക്കും അല്ല, ഹെമറേജിക് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞ് വേറെ ടൈപ്പ് സ്ട്രോക്കുകൾ ഉണ്ട്. ബട്ട് കോമൺലി ഉണ്ടാകുന്ന സ്ട്രോക്ക് സെയിം പ്രോസസ്സ് ബ്രെയിനിൽ സംഭവിക്കുമ്പോഴാണ് സ്ട്രോക്ക് വരുന്നത്. നമ്മൾ ഈ ഹാർട്ട് ഡിസീസിനുള്ള റിസ്ക് എന്ന് പറയുന്നത്, നമ്മൾ ജനറലി മെഡിക്കലി സ്പീക്കിംഗ് കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ് എന്നാണ് നമ്മൾ തന്നെ പറയുന്നത്.
അത് ഹാർട്ടും അതുപോലെയുള്ള ബ്ലഡ് വെസൽ സിസ്റ്റം മസ്കുലർ സിസ്റ്റത്തിലും ഉണ്ടാവുന്ന പ്രോബ്ലംസ്. അത് ഇതിന്റെ റിസ്ക് ഒക്കെ ഒരേപോലെ തന്നെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക. പിന്നെ സ്ട്രോക്കിന്റെ കാര്യത്തിൽ ഏർലി സൈൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പല ആൾക്കാരും മിസ്സായി പോകുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ചെറിയൊരു എന്താ പറയാ ആക്ട് ഫാസ്റ്റ് എന്ന് പറയും, ഫേഷ്യൽ വീക്ക്നെസ് അല്ലെങ്കിൽ സ്പീച്ചിലുള്ള പ്രോബ്ലംസ്, കയ്യിലുള്ള ആം വീക്ക്നെസ് എന്നുള്ള സാധനങ്ങൾ കാണുന്ന വിത്തിൻ 3 hours ആടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ട്രോക്ക് ഇതിലുണ്ടായ ക്ലോട്ട് അലിയിച്ച് കളയാൻ പറ്റും. സ്ട്രോക്ക് എന്ന് പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ പല അസുഖങ്ങളും നമുക്ക് പല സ്റ്റേജിൽ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനോട് കൂടെ റിസർച്ചിന്റെ കൂടെ വന്ന വേറൊരു പോപ്പിംഗ് പോലാണ് ഇൻഫ്ലമേഷൻ. ക്രോണിക് ഇൻഫ്ലമേഷൻ പലർക്കും കാണുന്നൊരു കാര്യമാണ്. ആൻഡ് ലോഞ്ചിവിറ്റി ആയിട്ട് ഒത്തിരി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്താണ് ക്രോണിക് ഇൻഫ്ലമേഷൻ? അതായത് നമ്മള് ഇതൊക്കെ സ്ട്രെസ്സും അല്ലെങ്കിൽ പറഞ്ഞ നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഇങ്ങനെ ഉണ്ടാവുന്നത് ലൈഫ് സ്റ്റൈല് കാരണം. നമ്മൾ അൺഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതായത് ഇൻസുലിൻ സ്പൈക്കുകൾ ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ബ്ലഡിലെ ഷുഗർ കൂടും. ബ്ലഡിലെ ഷുഗർ കൂടുമ്പോൾ ബ്ലഡിലെ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ ഒരുപാട് സെക്രീറ്റ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. അതുപോലെ ഈ ഒരുപാട് എന്താ പറയാ ഷുഗേഴ്സും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കൂടുതൽ ഫുഡ് ചെല്ലുന്നു, ഇത് സ്പെൻഡും കുറവാണെങ്കിൽ നമ്മൾ പറഞ്ഞ വിസ്കൽ ഫാറ്റ് കൂടും. അത് കാരണം നമ്മളെ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. അത് ഒരു കാര്യം. 2 നമ്മളുടെ സ്ട്രെസ്, അതായത് നമ്മളുടെ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് അല്ലെങ്കിൽ അഡ്രിനൽ അല്ലെങ്കിൽ ഗൊണാഡിക് ആക്സിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു കൺട്രോൾ സെന്റർ ഉണ്ടെന്ന് വിചാരിക്കാം. അതാണ് നമ്മുടെ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി. നമ്മൾ ഫുൾ ടൈം സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് എപ്പോഴും ഇങ്ങനെ സിഗ്നൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും അഡ്രിനലിന്. അതായത് ഇയാൾ സ്ട്രെസ്സിലാണ്. ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിസോളും അതുപോലെയുള്ള ഹോർമോൺസും റിലീസ് ചെയ്യും. ഒരു ഷോർട്ട് ടേം സ്ട്രെസ്സിൽ ദിസ് ഇസ് വെരി യൂസ്ഫുൾ. നമ്മള് കാട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു പുലിനെ കണ്ട നമ്മളെ ഓടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഈ സ്ട്രെസ് ഹോർമോൺ. പക്ഷെ പുലിയില്ല, സ്ട്രെസ് മാത്രമേ ഉള്ളൂ, ഓടാനും പറ്റുന്നില്ല. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇറ്റ്സെൽഫ് വിൽ കോസ് ഒരു ക്രോണിക് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ. ഇങ്ങനെ ഒന്നുകിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്രോണിക് സ്ട്രെസ് കാരണം ഒക്കെ ഉണ്ടാകുന്ന ഈ ക്രോണിക് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ കാരണം സെല്ലാർ ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മുടെ DNA എഫക്ട് ചെയ്യാം, നമ്മുടെ ബ്ലഡ് സെല്ലുകളെ എഫക്ട് ചെയ്യാം. അതിനാണ് ഇൻഫ്ലമേജിങ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് കാരണം എനിത്തിങ് ഡാമേജസ് ദ സെൽസ് ഇൻ ദ DNA ലോങ് ടേമിൽ അത് വിൽ ആക്സലറേറ്റ് ഏജിങ്. അതിനെയാണ് ഇൻഫ്ലമേജിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് പലർക്കും പല എക്സ്പ്ലനേഷൻ ആണ്. അതായത് ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ വേദന വരുന്നു, എനിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ട്. ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാവാം, സ്ട്രെസ് കാരണമായിരിക്കാം, പക്ഷെ അതല്ല ഇൻഫ്ലമേജിങ്. ഇൻഫ്ലമേജിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെല്ലുലാർ ലെവലിൽ നടക്കുന്ന സംഭവമാണ്. ഈ ലോ ഗ്രേഡ് സ്ട്രെസ് പറഞ്ഞ മാതിരി പെയിൻ ഒക്കെ ഉണ്ടാക്കും എങ്കിൽ അതിന്റെ വേറൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. ആ സ്ട്രെസ് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു വിഷ്വൽ സൈക്കിൾ മാതിരി സെൽഫ് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും.